നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോൾ എന്ന കൺസെപ്റ്റാണ്. വാട്ട് ഈസ് എൻ ഇലക്ട്രിക് ഡൈപോൾ? എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a small distance is called an electric dipole. അതായത് തുല്യ മാഗ്നിറ്റ്യൂഡ് ഉള്ള പക്ഷേ ഓപ്പോസിറ്റ് സൈൻ ഉള്ള രണ്ട് ചാർജസ് ഒരു ചെറിയ ഡിസ്റ്റൻസ് കൊണ്ട് സെപ്പറേറ്റഡ് ആയാൽ ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുക. ഓക്കെ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a, it is known as dipole length. This distance 2a is known as dipole length. This is called dipole length. അപ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ന സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ the total charge of the system is equal to 0. കാരണം പ്ലസ് ക്യൂ മൈനസ് ക്യൂ രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് sign ആണ്. So the net charge of the system is equal to 0, but the net electric field at a point is not equal to 0. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആവണമെന്നില്ല. ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്, പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? Now we are going to consider the electric field intensity at a point on the axial line of an electric dipole. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ അതിൻ്റെ ആക്സിയൽ ലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു നേരത്തെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതാണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇലക്ട്രിക് ഡൈപോൾ കാരണം ഒരു പോയിന്റിൽ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ആ പോയിന്റ് എവിടെയാണുള്ളത്? ദറ്റ് പോയിന്റ് ലൈസ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ. ആക്സിയൽ ലൈൻ മീൻസ് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. ഈ രണ്ട് ചാർജസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ആക്സിയൽ ലൈൻ. അപ്പോൾ ഈ ആക്സിയൽ ലൈൻ രണ്ട് ഭാഗത്തേക്കും ഇറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈനിൽ, അതായത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്? അതാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ കൺസിഡറിങ് an electric dipole AB. AB is the electric dipole consisting of charges plus Q and minus Q separated by distance 2a. P is a point on the axial line of the electric dipole. O is the midpoint. 2a is the distance between the two charges, which is known as the dipole length. Now R is the distance between the point P under consideration and the midpoint of the dipole. Okay? അപ്പോൾ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിൻ്റാണ് പി. ഒ എന്നത് ഡൈപോളിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഒയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഡൈപോളിൻ്റെ ലെങ്ത് 2a. നമുക്കിനി ചെയ്യേണ്ടത് പി എന്ന പോയിന്റിൽ വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദ ഡൈപോൾ. അപ്പോൾ മുമ്പ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അറ്റ് പി ദർ ആർ ടു ഇലക്ട്രിക് ഫീൽഡ്സ് ആക്ടിങ്, വൺ ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് ആൻഡ് ദി അതർ ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. അപ്പോൾ പി എന്നുള്ള പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഫീൽഡും ഉണ്ട്, മൈനസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഫീൽഡും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. Then you can find out the net field intensity at P using superposition principle. So we'll find out the electric field intensity at P due to plus Q charge. What is the electric field intensity at P due to plus Q? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? As usual, we'll use the formula 1/4πε0 Q by R square, distance square.
ഡിസ്റ്റൻസ് നോക്കൂ, പ്ലസ് ക്യൂ കൊണ്ടുള്ള ഫീൽഡാണ് കാണുന്നത്. സോ പ്ലസ് ക്യൂവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആറാണ്. പി മുതൽ ഒ വരെയുള്ള ഡിസ്റ്റൻസ് ആറാണ്. നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്, എ പി. അപ്പോൾ നമുക്കത് എ പി സ്ക്വയർ എന്ന് എഴുതാം. Okay, distance between the charge plus q and the point P. So it is 1/4 pi epsilon 0 q by a p square, which is equal to 1/4 pi epsilon 0 q by a p square. എന്ന ഡിസ്റ്റൻസ് നോക്കിയാൽ മനസ്സിലാവും ഇത് മുഴുവൻ r ആണ്. സോ r മൈനസ് ഈ ഹാഫ് ഡിസ്റ്റൻസ് a. ഓക്കെ, അല്ലെങ്കിൽ ഇതാ distance AP equal to OP minus OA, which is R minus A. Okay, OP minus OA. So you'll get AP. So that is R minus A. So Q by R minus A the whole square. This is the electric field intensity at P due to plus Q charge. ഇനി what is the direction of that field intensity? എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം? മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, പി എന്നുള്ള പോയിന്റിലെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ അറ്റ് പി യു പ്ലേസ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ പി എന്നുള്ള പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക. ഈ പ്ലസ് ക്യൂ എന്ന ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ പോസിറ്റീവ് ചാർജ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? നമുക്കറിയാം, ഇറ്റ് വിൽ ബി റിപ്പൽഡ്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇ പ്ലസ് ക്യൂ. Okay, E plus Q is along this direction. അപ്പോൾ 1/4 pi epsilon 0 Q by R minus A the whole square along this direction. This is the direction of E plus Q. Similarly, you can find out electric field intensity at P due to minus Q. ഇപ്പോൾ പി എന്നുള്ള പോയിന്റിൽ നമ്മൾ പറഞ്ഞു രണ്ട് ഫീൽഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഫീൽഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി മൈനസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഫീൽഡ്, പിയിൽ ആക്ട് ചെയ്യുന്ന ഫീൽഡ്, അത് കണ്ടുപിടിക്കാൻ അഗൈൻ 1/4 pi epsilon 0 Q by what is the distance? Distance between minus Q and P. അതായത് ബിയിലാണ് മൈനസ് ക്യൂ. സോ ദാറ്റ് ഈസ് ബി പി സ്ക്വയർ. വാട്ട് ഈസ് ബി പി? ഫിഗറിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബി പി എന്നുള്ള ഡിസ്റ്റൻസ് മൈനസ് ക്യൂ ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബി പി, വിച്ച് ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് ഒ ബി. ഒ പി എന്നുള്ള ഡിസ്റ്റൻസും ഒ ബി എന്നുള്ള ഡിസ്റ്റൻസും കൂട്ടുന്നതാണ് ബി പി, വിച്ച് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എ. സോ ദ ഇക്വേഷൻ ഇസ് 1/4 pi epsilon 0 Q by BP square, that is R plus A the whole square. ഇനി what is the direction of electric field at P due to minus Q? മൈനസ് ക്യൂ എന്നുള്ള ചാർജ് കൊണ്ട് പിയിൽ ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പിയിൽ വെക്കുക. ഈ മൈനസ് ക്യൂവിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എവിടേക്കായിരിക്കും ഈ ചാർജ് മൂവ് ചെയ്യുക? സോ പോസിറ്റീവ് ചാർജ് മൈനസ് ക്യൂവിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദാറ്റ്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഇ മൈനസ് ക്യൂ. സോ ഇ പ്ലസ് ക്യൂ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് along this direction. E minus q is a field intensity at p due to minus q charge along this direction. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്റ്റർ ഇ ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ. നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആഡ് ചെയ്യാം, അതായത് തന്നിട്ടുള്ള രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂട്ടുന്നതായിരിക്കും ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഗിവൺ ബൈ, നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷേ ഈ വെക്റ്റേഴ്സ് നോക്കൂ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇ പ്ലസ് ക്യൂ ഇ മൈനസ് ക്യൂ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്റ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ സം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? സാധാരണ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വെക്റ്റേഴ്സ് ആകുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വലിയ വെക്റ്ററിൽ നിന്ന് ചെറിയ വെക്റ്റർ മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇ പ്ലസ് ക്യൂ എന്നുള്ള വെക്റ്ററാണ് വലുത്. സോ യു ഗെറ്റ് ഇ പ്ലസ് ക്യൂ മൈനസ് ഇ മൈനസ് ക്യൂ.
ഇതാണ് വലുത്, കാരണം ഡിനോമിനേറ്ററിൽ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് വലുത്, ഇവിടെ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ, ഇത് ഈ വെക്റ്റർ ആയിരിക്കും ചെറുത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് വെക്റ്റർ എഡീഷൻ വെൻ വെക്റ്റേഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, സിൻസ് വെക്റ്റേഴ്സ് ആർ in opposite direction. Since vectors are in opposite direction, the sum of the vectors is equal to the difference between them. Okay, now you can substitute e plus q idu kodukka, e minus q idu kodukka. Adu substitute ചെയ്തു കഴിഞ്ഞാൽ you will get the resultant vector which is given by E equal to 1 by 4 pi epsilon 0 q by r minus a the whole square minus 1 by 4 pi epsilon 0 q by r plus a the whole square. Now we just have to apply simple mathematics. Take the common factors out. So q by 4 pi epsilon 0 into common factor out bracket പുറത്തേക്ക് എടുത്തു, 1 by r minus a the whole square minus 1 by r plus a the whole square. That is q by 4 pi epsilon 0 into എന്ത് ചെയ്യാം, നമ്മൾ മുമ്പൊക്കെ ചെയ്യാറുള്ള പോലെ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. r plus a the whole square minus r minus a the whole square divided by r minus a the whole square into r plus a the whole square. ഓക്കെ, ഇവിടെ നമ്മൾ കോമൺ ഫാക്ടർ പുറത്തെടുത്തു, q by 4 pi epsilon 0 into 1 by r minus a the whole square minus 1 by r plus a the whole square. Then ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ r plus a the whole square minus r minus a the whole square by r minus a the whole square into r plus a the whole square, which is given by E equal to q by 4 pi epsilon 0 into, ഇത് സിംപ്ലിഫൈ ചെയ്യാം, a plus b whole square, ഇത് a minus b whole square, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ r square plus a square plus 2ar minus r square minus a square plus 2ar divided by r square minus a square the whole square. Okay, a minus b into a plus b, so r square minus a square the whole square, which is given by q by 4 pi epsilon 0 into, this cancels, 4ar divided by r square minus a square the whole square. Now we can define a new quantity known as dipole moment. Dipole moment denoted by vector p equal to q into 2a. Okay, dipole moment, it is denoted by p, that is equal to q into 2a. It's a vector quantity. Dipole moment is a vector quantity. അപ്പോൾ ഇവിടെ you can apply that. q into 2a, ഇതിൽ നിന്ന് q into 2a നമുക്ക് p എന്ന് എഴുതാം. ബാക്കിയുള്ളത് 2 into q into 2a into r by 4 pi epsilon 0 into r square minus a square the whole square. That is q into 2a ക്ക് p എന്ന് എഴുതാം. 2pr by 4 pi epsilon 0 into r square minus a square the whole square. So that is vector E. So vector E equal to 2pr by 4 pi epsilon 0 into r square minus a square the whole square. ഇതിൽ p എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡൈപോൾ മൊമെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. പിയുടെ ഡയറക്ഷൻ, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ is from negative charge to positive charge. Dipole moment direction from negative charge to
positive charge. So electric field intensity at a point on the axial line of an electric dipole is given by 2pr by 4 pi epsilon 0 into r square minus a square the whole square. Okay. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, സപ്പോസ് r is much large compared to a. r much large compared to a. If r much large compared to a എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? r എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോളിൽ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ്. ഈ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത് ഈ ഡൈപോളിൽ രണ്ട് ചാർജസിനെ ജോയിൻ ചെയ്തുകൊണ്ടുള്ള എത്ര നീട്ടി നമുക്ക് ആക്സിയൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ r എന്നുള്ളത് ആ പോയിന്റിൽ എവിടെയും ആ ലൈനിൽ എവിടെയും ആവാം. ഇനി 2a എന്താണ്? ഇതിൻ്റെ ലെങ്ത് ആണ്, ഡൈപോൾ ലെങ്ത് ആണ്. അപ്പോൾ ഈ ഡൈപോൾ ലെങ്ത് വളരെ വളരെ ചെറുതാണ്, ഓഫ് ദി ഓർഡർ ഓഫ് മൈക്രോമീറ്റേഴ്സ് ഓർ നാനോമീറ്റേഴ്സ്. അപ്പോൾ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആറിനേക്കാൾ വളരെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇഫ് ആർ മച്ച് ഗ്രേറ്റർ ദാൻ എ, ദെൻ നമുക്കിവിടെ ഒരു അപ്രോക്സിമേഷൻ നടത്താം. ദെൻ ഇ ഈക്വൽ ടു 2pr by 4 pi epsilon 0 into, so you can neglect a. So it is r raised to 4 എന്ന് കിട്ടും. a ഓൾമോസ്റ്റ് 0 അല്ലെങ്കിൽ വളരെ ചെറുതെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 pi epsilon 0 r raised to 0 which is 2p by 4 pi epsilon 0 r cube. So electric field intensity at a point on the axial line of an electric dipole is given by E equal to 2p by 4 pi epsilon 0 r cube. ഇവിടെ നമ്മൾ 2 ക്യാൻസൽ ചെയ്യാറില്ല, കാരണം 1/4 pi epsilon 0 അതിൻ്റെ ഒരു ജനറൽ ഫോമാണ്. സോ 2p by 4 pi epsilon 0 r cube. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഇസ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡൈപോളിൽ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡൈപോൾ മൊമെൻറ്റ്. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ആ ഫിഗറിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഫീൽഡും നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഫീൽഡും നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഫീൽഡും നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഫീൽഡും എങ്ങനെയാണെന്നുള്ളത്. ഈ പ്ലസ് ക്യൂ ഇങ്ങോട്ടാണ്, ഈ മൈനസ് ക്യൂ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വലുതാന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുമ്പോൾ നെറ്റ് വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? ഡിഫറൻസ് കാണുക വലിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ വലിയ വെക്ടർ എന്ന് പറയുന്നത് ഈ പ്ലസ് ക്യൂ ആണ്. ഈ പ്ലസ് ക്യൂവിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻറ്റ്. ഈ പ്ലസ് ക്യൂവിൻ്റെ ഡയറക്ഷൻ നോക്കൂ, ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് ഈ പ്ലസ് ക്യൂവിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും, അതായത് നെറ്റ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൾസോ ലൈസ് along the same direction, along the direction of the dipole moment. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. താങ്ക് യു.